കോമ്രേഡ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. പുറത്തു വാതിലിനോട് ചേർന്ന് ഈ ക്ലാസ്സിലേക്ക് തന്നെ വീക്ഷിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി നിൽപ്പുണ്ടായിരുന്നു. തനി മോഡേൺ വേഷം, ജീൻസും ഇറുകിയൊരു ടീഷർട്ടും, തോളോടൊപ്പമുള്ള മുടി അഴിച്ചിട്ടിരിക്കുന്നു. ഇളം കാറ്റിൽ മുടിയിഴകൾ അവളുടെ മുഖത്തേക്ക് പാറി വരുന്നുണ്ട്. ഒരു കൈ കൊണ്ട് അവൾ ഇടയ്ക്കിടാതെ മാടി ഒതുക്കുന്നുണ്ട്. കണ്ണുകളെ മൂടത്തക്ക വിധത്തിലൊരു കൂളിംഗ് ഗ്ലാസുമുണ്ട്. ആകെ മൊത്തം ഒരു പരിഷ്കാരി. ഏതവളടി ഇത്? അവളെ അടിമുടി നോക്കിക്കൊണ്ട് പാത്തു ശിവയോട് ചോദിച്ചു. ശിവയെ അവൾ തന്നെ വീക്ഷിക്കുകയായിരുന്നു. പ്ലീസ് കം. പ്രിൻസി അവളെ നോക്കി പറഞ്ഞു. ഒരു പുഞ്ചിരിയോട് അവൾ അകത്തേക്ക് വന്നു. ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വായും പൊളിച്ച് അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ദിസ് ഈസ് ആൻവി മാത്യു. ഇവിടെ ന്യൂ അഡ്മിഷനാ. മുമ്പ് ബാംഗ്ലൂരിലായിരുന്നു. ഫാമിലി നാട്ടിലേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തു. പ്രിൻസി ഷാവുൽ സാറിനോട് പറഞ്ഞു. ഇത് ഷാവുൽ സാറ്, ഇംഗ്ലീഷ് ലെക്ചറാ. പ്രിൻസി അവൾക്ക് ഷാവുൽ സാറിനെ പരിചയപ്പെടുത്തി. ഹായ് എന്നും പറഞ്ഞ് അവൾ സാറിന് നേരെ കൈ നീട്ടി. സാറ് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ കൈ കൊടുത്തു. ഇത് കണ്ടതും പാത്തുവിൻ്റെ മുഖം കടന്നൽ കുത്തിയ പോലെ വീർത്തു. അവൾ സാറിനെ ദേഷ്യത്തോടെ നോക്കി. അവൾക്ക് കൈ കൊടുത്ത് സാറ് സ്റ്റുഡൻസിന് നേരെ തിരിഞ്ഞു. തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന പാത്തുവിനെ കണ്ടതും പെട്ടെന്ന് അവളിലുള്ള പിടിവിട്ട് രണ്ടടി പുറകോട്ട് മാറി നിന്നു. അവളെ നോക്കി ഒരു ഇളിഞ്ഞ ചിരിച്ചെങ്കിലും അവൾ മുഖം തിരിച്ചു. ആൻവിയോട് ഇരിക്കാൻ പറഞ്ഞ സാറിനോട് ക്ലാസ് തുടരാൻ പറഞ്ഞ് പ്രിൻസി ക്ലാസ്സിൽ നിന്നും പോയി. സാറിന്റെ ക്ലാസ് തീർന്നവരെ പാത്തു മുഖം വീർപ്പിച്ചിരുന്നു. ശിവക്ക് അവളുടെ മുഖം കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. അവിടെ ആ ഇരിപ്പ് സാറിനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ടെന്ന് സാറിന്റെ മുഖം വ്യക്തമാക്കുന്നുണ്ട്. ഇടയ്ക്കിടെ സാറ് പാത്തു ഇരിക്കുന്ന അവിടേക്ക് നോക്കുന്നുണ്ട്. പാത്തു അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ആ അവർ അവസാനിച്ചതും സാറ് പോയ ഉടനെ അശ്വിനും അച്ചായനും കാർത്തിയും ശ്യാമും കൂടി ക്ലാസ്സിലേക്ക് വന്ന ഉടനെ അശ്വിൻ പാത്തുവിന്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വന്ന് അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ട്. പാത്തുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ കാര്യം? അവൾ സംശയത്തോടെ ചോദിച്ചു. നീ വാ പറയാം എന്ന് പറഞ്ഞ് അശ്വിൻ അവളെയും കൊണ്ട് പുറത്തിറങ്ങി. ഇതൊക്കെ കണ്ട് നോക്കി നിൽക്കുകയാണ് ശിവ. പുറത്തെത്തിയതും അശ്വിൻ ക്ലാസ്സിലേക്ക് തിരിഞ്ഞു നോക്കി. നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ? വാ മിഴിച്ചു നിൽക്കാതെ. അവരെ നോക്കി നിൽക്കുന്ന ശിവയോടായി അശ്വിൻ പറഞ്ഞു. നീ വാ ശിവ എന്നും പറഞ്ഞ് കാർത്തി അവിടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. അവരെല്ലാം പോയി കഴിഞ്ഞതും ആൻവി അടുത്തിരിക്കുന്ന അപർണയോട് അതാരാണെന്ന് തിരക്കി. അത് നമ്മുടെ സൂപ്പർ സീനിയർ ചേട്ടന്മാരാ, ഈ കോളേജിലെ ഹീറോസാ. മുന്നേ പോയത് സഖാവ് അശ്വിൻ രാഘവ്, ഒപ്പം ആന്റണി എന്ന അച്ചായനും. അവര് ഫോർ ഫൈറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നു. അപർണ അവരെ കുറിച്ച് വാത്തോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഓ, ഇവരാണോ അത്? ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ കുട്ടിയാവും പാത്തു അല്ലേ? സഖാവിന്റെ പെങ്ങളുട്ടി. മറ്റേത് ശിവപാർവതിയും അല്ലേ? അവളത് ചോദിച്ചു. അപർണ സംശയത്തോടെ അവളെ നോക്കി. ഞാൻ കേട്ടിട്ടുണ്ട് സഖാവിനെയും കൂട്ടുകാരെയും കുറിച്ച്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും ഇവിടെയുള്ള പയ്യൻസ് എല്ലാം നല്ല പൊളി ലുക്കാണല്ലോ. സഖാവാണെങ്കിലും സാറാണെങ്കിലും ആന്റണി ആണെങ്കിലും. അവൾ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. ആന്റണി കൊള്ളാല്ലേ? അവൾ ഉള്ളിൽ ചില കണക്കൂട്ടിലൂടെ പറഞ്ഞു. കോളേജ് മുറ്റത്ത് ഒഴിഞ്ഞ ചീനി മരച്ചൂട്ടിലേക്കാണ് അശ്വിൻ അവരെയും കൊണ്ട് പോയത്. അവിടെ പാത്തുവിനെ തൻ്റെ അടുത്തിരുത്തി എല്ലാവരോടും അവിടെ ഇരിക്കാൻ പറഞ്ഞു. പാത്തുവും ശിവയും അശ്വിന് പറയാനുള്ള കേൾക്കാൻ ചെവിയോർത്തിരുന്നു. നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്ന ന്യൂ അഡ്മിഷൻ ആരാണെന്നറിയോ? അശ്വിൻ അവരോട് ചോദിച്ചു. അവർ രണ്ടാളും ഇല്ലെന്നർത്ഥത്തിൽ തലയാട്ടി. അത് പാണ്ഡവാസിലെ സണ്ണിയുടെ കസിനാ. ബാംഗ്ലൂരിൽ നിന്ന് ഡിസ്മിസ് വാങ്ങിയുള്ള വരവാ. അറിഞ്ഞിടത്തോളം ആൾ ശരിയല്ല. സണ്ണിയുടെ ആളായതുകൊണ്ട് തന്നെ നിങ്ങളെ അവൾ നല്ല രീതിയിൽ കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. നിങ്ങളായിട്ടൊന്നിനും പോവരുത്. അശ്വിൻ അവർക്ക് മുന്നറിയിപ്പ് നൽകി. ആ പിന്നെ ഞങ്ങളെ ചോദ്യം വന്ന് ഞങ്ങൾ കയറി മാന്തും. അല്ലെങ്കിൽ എനിക്ക് ആ സാധനത്തിന് പിടിച്ചിട്ടില്ല. അവിടെ ഉമ്മ മറ്റൊരു സൺഗ്ലാസ്. പാത്തു ഈർഷ്യയോടെ പറഞ്ഞു. കുശുംബി പാത്തുമ്മ. അവൾ പറയുന്നേട്ട് അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുശുംബോ? അതിന് കണ്ടിട്ടോ ഒന്ന് പോവാന്തപ്പാ. അവളൊരു പരിഹാസത്തോടെ പറഞ്ഞു. നമ്മുടെ പാത്തുവിന് കുശുംബോ? അതെന്താന്ന് പോലും അവൾക്കറിയൂല. അതുമല്ല, സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ആ ചാളമീരി അവിടെ കിടക്കുന്നു, നമ്മുടെ പാത്തു അവിടെ കിടക്കുന്നു. ഇവളെ കണ്ട ഐശ്വര്യമായി തോറ്റുപോകൂലേ? ശ്യാം പാത്തുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മോനെ ശ്യാമേ, മുത്തേ, എനിക്കൊന്നും കേൾക്കാൻ വയ്യാത്തണ്ട. അവൾ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഹ, എന്താണ്? ഒരു സത്യവും പറയാൻ പറ്റൂലേ? എന്നാ വേണ്ട. എത്ര പൊക്കിയാലും നീ എൻ്റെ അച്ഛൻ്റെ പെങ്ങളല്ലേ? അതിനൊക്കെ നമ്മുടെ അച്ചായൻ്റെ പെങ്ങൾ. എന്താ അടക്കം, എന്താ ഒതുക്കം അല്ലേ അച്ചായ? ശ്യാം പറഞ്ഞു കേട്ട് അച്ചായൻ സംശയത്തോടെ അവനെ നോക്കി. നമ്മുടെ ശിവയാ ഞാൻ പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇവനിപ്പോൾ ഇവളെൻ്റെ പെങ്ങളാക്കി മാറ്റൂല കർത്താവേ. അവനുള്ളിൽ അതും പറഞ്ഞ് ശ്യാമിനെ ദയനീയമായി നോക്കി. ശിവയെ നീ ഇവന്റെ മാത്രം പെങ്ങളാക്കണ്ട, ഇവൾ എൻ്റെ കൂടി പെങ്ങളാ. അവളെ ചേർത്ത് പിടിച്ച് കാർത്തി പറയുന്ന കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കാര്യമായിട്ട് പറയടൂ, തന്നെ ഞാൻ സ്വന്തം പെങ്ങളായിട്ട് തന്നെ കാണുന്നത്. അവൻ അവളെ നോക്കി വീണ്ടും പറഞ്ഞു.
അതുകൂടിയായപ്പോൾ ശിവയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതെ, ഈ കണ്ണീരണ്ട ചിലർക്ക് ഭ്രാന്ത് നൽകും, മുളക് തുടച്ചു കളഞ്ഞേക്ക്. കാർത്തി ഇടം കണ്ണുകളാൽ അശ്വിനെ നോക്കി പറഞ്ഞു. ശിവ ഒരു ചിരിയിൽ അവനുള്ള മറുപടി ഒതുക്കി. കുറച്ചു നേരം അവിടെ ഇരുന്ന് അവരെല്ലാവരും ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ കണ്ടു വൈശാഖും സണ്ണിയും ക്ലാസ്സിലിരിക്കുന്നു. ശിവയും പാത്തുവിനെയും കണ്ടതും സണ്ണി ഓരോന്ന് കൊള്ളിച്ച് പറയാൻ തുടങ്ങി. അവർ പറയുന്നതിന് ആൻവി ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് പാത്തുവിൻ്റെ രക്തം തിളക്കാൻ തുടങ്ങി. അത് കണ്ട് ശിവ അവളെ മുറുകെ പിടിച്ച് നീ വേണ്ട എന്ന് തലയാട്ടി. പെങ്ങളാണെന്നും പറഞ്ഞ് 4 എണ്ണം കൊണ്ട് നടക്കുക, അതിനൊക്കെ ഒരു മറയാ പെങ്ങളെന്ന പേര്, അവർ പാത്തുവിനെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു. ശിവ പിടിച്ചു വെച്ചുകൊണ്ട് മാത്രം ക്ഷമിച്ചിരുന്ന പാത്തു ഇത് കേട്ടതും ദേഷ്യത്തോടെ അവർക്കടുത്തേക്ക് നടന്നു. തന്നെ പിടിച്ചു വെച്ച ശിവയുടെ കൈകളെ തട്ടിമാറ്റി പാത്തു അവർക്കരികിലേക്ക് ദേഷ്യത്തോടെ ചെന്നു. തന്നെ നോക്കി പരിഹാസത്തോടെ ചിരിക്കുന്ന സണ്ണിയെയും ആൻവിയെയും വൈശാഖിനെയും അവൾ ദേഷ്യത്തോടെ നോക്കി. എന്താടി ഉണ്ടക്കണ്ണി നോക്കുന്നത്? ഞാൻ പറഞ്ഞില്ല എന്താടി തെറ്റ്? നിന്റെ ആ മറ്റവനില്ലേ നീക്കാന്ന് വിളിക്കുന്ന നിന്റെ കൊക്ക, അവൻ പെങ്ങളെന്ന് പറഞ്ഞ നിന്നെയും കൊണ്ട് എത്ര ഹോട്ടൽ മുറികൾ കയറിയിട്ടുണ്ടെന്ന് വല്ല പിടിത്തമുണ്ടോ? വൈശാഖ് പരിഹാസത്തോടെ പറഞ്ഞു. പാത്തുവിന്റെ കൈ തരിച്ചു. അവന്റെ കരണം നോക്കി ആഞ്ഞടിക്കാനായി കൈ ഉയർത്തിയപ്പോഴേക്കും വൈശാഖിന്റെ കരണം പുകഞ്ഞിരുന്നു. അവനെ അടിക്കാനായി ഉയർത്തിയ കൈ പതുക്കെ താഴ്ത്തി അടിച്ചതാരണം തന്നെ തിരിച്ചു നോക്കി. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് പാത്തു മിഴിച്ചു നോക്കി. തൻ്റെ കണ്ണുകൾ അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അടിപൊട്ടിയതും വൈശാഖ് കവിളിൽ കൈവച്ച് തല്ലിയാളെ രൂക്ഷമായി നോക്കി. അവന് മുമ്പിലായി നിൽക്കുന്ന ശിവയുടെ രൂപം അവനെ ഭയപ്പെടുത്തി. ശിവ സർവ സംഹാര രൂപിണിയായി മാറിക്കഴിഞ്ഞിരുന്ന അപ്പോഴേക്കും വൈശാഖിനൊന്ന് പൊട്ടിച്ചിട്ടും അവൾക്ക് അവനോടുള്ള ദേഷ്യം കുറയുന്നുണ്ടായിരുന്നില്ല. എന്ന് വിളിച്ച് വൈശാഖ് അവളുടെ നേർക്കടുത്തു. മിണ്ടരുത്, ശിവ അവളുടെ ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. നീ എന്തു പറയടാ? അശ്വിൻ രാഘവ്, ആ പേര് പറയാൻ പോലും നിനക്ക് അർഹതയില്ല. സ്വന്തം അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാതെ നീയാണോ സഖാവിനെ കുറിച്ച് പറയുന്നത്? കഷ്ടം. അച്ഛന്റെ പണക്കൊഴുപ്പിലെ സകല തോന്നിവാസം കാണിച്ചടക്കം നിനക്കൊന്നും ആ മനുഷ്യന്റെ വിലയറിയൂല. നിനക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ഉയരത്തിലാണയോ. ജീവിക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയും അതോടൊപ്പം തന്റെ പഠനത്തിൽ മികവ് പുലർത്തുകയും ചെയ്ത ആ മനുഷ്യനെ പറയാൻ നിനക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഉള്ളത്? അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. നീ ആണുങ്ങൾക്ക് നേരെ കൈയുയർത്തിയോടി എന്നും പറഞ്ഞ് ആൻവി അവൾക്കരികിലേക്ക് വന്നു. ആണുങ്ങൾക്ക് നേരെ മാത്രമല്ല, ചില നെറുകേട് പറഞ്ഞു വരുന്ന പെണ്ണുങ്ങൾക്ക് നേരെ കൈയുയർത്താനും ഞങ്ങൾക്ക് മടിയില്ല. കാണോ നിനക്ക് എന്ന് പറഞ്ഞ് പാത്തോടെ കൈയുയർത്തി ആൻവിയുടെ മുഖത്തേക്ക് ഉയർത്തി. ആൻവി തന്റെ കണ്ണുകൾ ഇറുകെ അടച്ചു. അടിക്കാതെ കണ്ണുകൾ ഇറുകെ അടച്ച ആൻവിയെ നോക്കി ചിരിച്ചു. ഒരടി പ്രതീക്ഷിച്ച ആൻവി കുറച്ച് സമയമായിട്ടൊന്നും സംഭവിക്കാതെ കണ്ടപ്പോൾ അവൾ പതിയെ കണ്ണുകൾ തുറന്നു. കണ്ടോ, ഇത്രയേ ഉള്ളൂ നീ. ഞങ്ങൾ പെണ്ണുങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ പേടിച്ചു പോയി. അപ്പൊ ഇനി ഞങ്ങളുടെ ആൺകുട്ടികൾ ഇറങ്ങിയ നീ ഒന്നും പിന്നെ ഉണ്ടാവൂല, ഓർത്തോ. അവർക്ക് നേരെ വിരൽ ഉയർത്തി പാത്തു അത്രയും പറഞ്ഞ് ശിവയും വിളിച്ച് പുറത്തേക്ക് പോയി. അവർ പോകുന്നു നോക്കി പല്ലിറുമി അവർ നിന്നു. ശിവയും വിളിച്ച് പാത്തു നേരെ പോയത് ക്യാൻറ്റീനിലേക്കായിരുന്നു. അവിടെ എത്തിയതും പാത്തു ശിവയെ അടിമുടിയെന്ന് നോക്കി. ഇതിപ്പോ എന്താ ഉണ്ടായേ? പാത്തു മൂക്കത്ത് വിരളിച്ചുകൊണ്ട് ചോദിച്ചു. ശിവ അവൾക്ക് മുഖം കൊടുക്കാതെ താഴേക്ക് നോക്കിയിരുന്നു. നീ തന്നെയായിരുന്നു ശിവ അത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അല്ല, എന്താ എൻ്റെ ഇക്കാനെ പറയുമ്പോൾ മോൾക്കൊരു ഇളക്കം? ഇനി എൻ്റെ ഇക്കാനോട് നിനക്ക് പല ലബ്ബുണ്ടടി. പാത്തു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്ന് പോയി നീ, മനുഷ്യനെ ഭ്രാന്തുടിപ്പിക്കാതെ. ശിവ കൃത്രിമ ദേഷ്യം വരുത്തിക്കൊണ്ട് പറഞ്ഞു. അല്ല, ഉണ്ടേ പറഞ്ഞോട്ടോ, എൻ്റെ ഫുള്ള് സപ്പോർട്ട് ഉണ്ടാകും. നിന്നേക്കാൾ നല്ലൊരു കുട്ടിയെ എൻ്റെ ഇക്കാക്ക് വേറെ കിട്ടൂല. അവൾ ശിവയെ നോക്കി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഒന്ന് പോടി, ഞാനത് വിചാരിച്ചൊന്നല്ല. അവൾ പാത്തുവിനെ നോക്കാതെ പറഞ്ഞു. മനസ്സിലായി മോളെ. അവളെ നോക്കി അർത്ഥം വെച്ച് പാത്തു വീണ്ടും ചിരിച്ചു. നീ ചുമ്മാ എഴുതാപ്പുറം വായിക്കില്ല കേട്ടോ, ശിവ വീണ്ടും ദേഷ്യം നടിച്ച് പറഞ്ഞു. ഓ, നമ്മൾ എഴുതിയപ്പുറം തന്നെ വായിക്കാൻ വേണ്ടിയുള്ള ആളാ, അതുകൊണ്ട് ഞാൻ വിട്ടു. അവളൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. നീ ഇപ്പോൾ ഉണ്ടായ കാര്യം അവിടെ ഒന്നും പോയി പറയില്ല കേട്ടോ, ആരൊന്നും അറിയണ്ട. ശിവ അവളെ നോക്കി പറഞ്ഞു. അതെന്താ അറിഞ്ഞ? നീ ബോർഡായ കാര്യം ഇക്കറിയണ്ടേ? വേണ്ട, ഇപ്പൊ ഒന്നും അറിയണ്ട. ശിവ അത് പറഞ്ഞപ്പോൾ പാത്തു പറയില്ലെന്ന് സമ്മതിച്ചു. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയതും അവരെയും കാത്തിരിക്കുന്ന അശ്വിനെയും കൂട്ടുകാരുടെ അടുത്തേക്ക് അവർ പോയി. സംസാരത്തിനിടയിൽ താൻ നാളെ വരാൻ വൈകും, അമ്പലത്തിൽ പോയിട്ടേ വരുമെന്ന് ശിവ അവരോട് പറഞ്ഞു. അതെന്താ വിശേഷിച്ച്? തന്റെ പിറന്നാളാണോ? അച്ചായൻ ആകാംക്ഷയോട് ചോദിച്ചു. എൻ്റെ അല്ല, അമ്മയുടെ. അവളുടെ മുഖം മാറുന്നു അവരറിയിക്കാതെ അവൾ മുമ്പോട്ട് നടന്നു. അമ്മ പോയിട്ടും ഈ ദിവസം അച്ഛൻ മുടങ്ങാതെ പിറന്നാൾ ആഘോഷിക്കും. താനും ചേച്ചി അമ്പലത്തിൽ പോകും. അവൾ ഓരോന്നൊക്കെ ആലോചിച്ച് നടന്നു. പാത്തു ഓരോന്നൊക്കെ പറയുന്നുണ്ട്, അവളൊന്നും കേൾക്കുന്ന പോലുമില്ല. ബസ് ഇറങ്ങി പാടവരമ്പിലൂടെ നടക്കുമ്പോഴും അവളുടെ മനസ്സിൽ അമ്മയുടെ മുഖം മാത്രമായിരുന്നു.
അമ്മയെ ഓർക്കുമ്പോൾ ചില്ലിൽ മാലയിട്ട ഒരു മുഖം മാത്രമാണ് ഓർമ്മ വരുന്നത്. അതിനപ്പുറത്തേക്ക് അമ്മയെക്കുറിച്ചൊരു ഓർമ്മയില്ല. എത്രയൊക്കെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് പകരമാവില്ല. ഓപ്പോള് പറഞ്ഞ പോലെ താൻ ഭാഗ്യമില്ലാത്ത കുട്ടി തന്നെ. അവൾ വേദനയോടെ ഓർത്തു. അച്ഛൻ്റെ മുഖത്തു നിന്ന് സങ്കടം തന്നെയാണ്. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അന്നത്തെ ദിവസം അവർ പരസ്പരം വല്ലാതെ സംസാരിച്ചില്ല. അച്ഛൻ്റെ ഓർമ്മകൾ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ശിവ അച്ഛനെ ശല്യപ്പെടുത്താൻ പോയില്ല. കോളേജ് വിട്ടു വന്ന മുതൽ അമ്മച്ചിയുടെ ഊതിക്കയറ്റി വെച്ച മുഖമാണ് അച്ഛൻ കാണുന്നത്. എന്താ കാര്യം ചോദിച്ചിട്ടും പറയുന്നില്ല. പക്ഷെ സകല പാത്രങ്ങളോടും ദേഷ്യം തീർക്കുന്നുണ്ട്. അടുക്കളയിൽ വല്ല ബാൻഡ് മേളം നടക്കുന്ന പോലെയുണ്ട്. സൈകിട്ട് അച്ചായൻ അമ്മച്ചിയെ വട്ടം പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി. ഹ, ഇതെന്താ ത്രേസ്യക്കുട്ടി പറ്റിയത്? അവൻ അമ്മച്ചിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. നിനക്ക് നാണുണ്ടോടാ? ഒരു നരിന്ത് പെണ്ണിനോട് ഇഷ്ടം പറയാൻ ധൈര്യമില്ലാതെ മീശം വെച്ച് നടക്കുന്നു, അമ്മച്ചി കലിപ്പിൽ പറഞ്ഞു. അപ്പൊ അതാണ് ദേ എന്റെ മീശ തൊട്ടുകളി വേണ്ട ത്രേസ്യ കൊച്ചെ. അതെനിക്ക് സഹിക്കൂല കേട്ടോ. പോടാ, ആണുങ്ങളുടെ വില കളയാൻ. ആണെന്നും പറഞ്ഞ് മീശം വെച്ച് നടന്നാ പോരാ. ഇഷ്ടം തോന്നിയ പെണ്ണിനെ പിടിച്ചു നിർത്തി മിനിമം ഐ ലവ് യു എന്ന് പറയാനുള്ള ധൈര്യം വേണം. ദേ അമ്മച്ചി, എന്റെ ആണത്തെ തൊട്ടുകളി വേണ്ട, അതെനിക്ക് സഹിക്കൂല. പിന്നെ മീശ, അത് ഞാൻ വെച്ചതല്ല അമ്മച്ചി, സ്വയം വന്നതാ, അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. നീ ഇങ്ങനെ ചിരിച്ചു നടന്നു, ഇനി ഈ കാര്യം പറയാൻ നിന്റെ അടുത്ത് വരില്ല. അവർ ദേഷ്യപ്പെട്ട് പോകാൻ നിന്നും അവൻ അമ്മച്ചിയെ പിടിച്ച് തനിക്കരികിലിരുത്തി. ഹ, പെണ്ണങ്ങല്ല പൊന്നെ, ഞാൻ പറയാം, ഒരു 10 ദിവസം കൂടി വേണം എനിക്ക്. ഇനിയും? അവർ സംശയത്തോടെ ചോദിച്ചു. അവൾ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല അമ്മച്ചി, അവനൊരു കൊച്ചുകുട്ടിയെ പോലെ പറഞ്ഞു. അങ്ങനെയൊന്നും പറയൂല, നീ ധൈര്യമായിട്ട് പറ, അവർ അവനെ സമാധാനിപ്പിച്ച് പറഞ്ഞു. എടാ മോനെ, എനിക്ക് ആ മോളെ ഒന്ന് കാണണടാ, അത്രയ്ക്ക് ആഗ്രഹമുള്ളോണ്ടാടാ, അവരവനെ നോക്കി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. കാണിക്കാം, പക്ഷെ ഇതേക്കുറിച്ച് ഒരു കാര്യം പറയുന്നത് എനിക്ക് വാക്കരണം, പറ്റുമോ? അവൻ സംശയത്തോടെ ചോദിച്ചു. നിന്റെ ചാച്ചനാണേ സത്യം, അവരവന് വാക്കുകൊടുത്തു. എന്നാൽ നാളെ രാവിലെ റെഡി ആയിക്കോ, അവൾ അമ്പലത്തിൽ വരുമ്പോൾ അവിടെ വെച്ച് കാണാം, അവൻ പറയുന്ന കേട്ട് അവരുടെ മുഖം വിളർന്നു. അപ്പൊ നാളെ ഞാൻ എൻ്റെ മോളെ കാണും അല്ലേ? അവര് സന്തോഷത്തോടെ അവനെ നെറുകിലെന്ന് ചുംബിച്ച് അവിടുന്ന് പോയി. അവൻ അവര് പോകുന്ന ഒരു പുൻസിരിയോടെ നോക്കി നിന്നു. അപ്പോ നാളെ അമ്മയും മോളൊന്ന് കണ്ടോട്ടെ അല്ലേ? കണ്ണാടിയിലുള്ള തന്റെ പ്രതിബിംബം നോക്കിയൊരു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു. ശിവ പുലർച്ചെ അതിരാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി. അമ്മയുടെ പിറന്നാളെന്ന് വെച്ച് കാര്യമായിട്ട് ആഘോഷമൊന്നുമില്ല, ഒരു പായസം വെക്കും, അത്ര തന്നെ. രാവിലെ തന്നെ അവൾ അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തി. മുത്തശ്ശി എഴുന്നേറ്റ് വന്നപ്പോഴേക്കും എല്ലാം റെഡിയായി കഴിഞ്ഞിരുന്നു. നേരം വെളുത്തു തുടങ്ങിയപ്പോൾ അവൾ അമ്പലത്തിലേക്ക് പോകാൻ തയ്യാറായി. ഒരു സെറ്റ് സാരിയാണ് വേഷം. അധികം ചമയങ്ങളൊന്നുമില്ലാതെ ഒരുങ്ങിയത് കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോവും. തനി നാടൻ സുന്ദരി. അവൾ റെഡിയായി വരുന്നു നോക്കി ശിവൻ നിന്നു. ശരിക്കും പാർവതിയെ പോലെയുണ്ട്. പാറൂട്ടിക്കാണ് അവിടെ അമ്മയുടെ എല്ലാ ഗുണങ്ങളും കിട്ടിയിരിക്കുന്നത്. അവിടെ അമ്മയെപ്പോലെ തന്നെ സുന്ദരിയാണ്, അമ്മയെപ്പോലെ തന്നെ നന്നായി പാടും. തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന അച്ഛനെ നോക്കി അവളൊന്ന് ചിരിച്ചു. അവൾക്കറിയാം തന്നെ കാണുമ്പോഴൊക്കെ അച്ഛൻ അമ്മയെ ഓർക്കുകയാണെന്ന്. അച്ഛനോട് യാത്ര പറഞ്ഞ് അവൾ അമ്പലത്തിലേക്ക് ഇറങ്ങി. മോളെ, വേഗം തൊഴുതു പോന്നുള്ളൂ കേട്ടോ, നല്ല മഴക്കോളുണ്ട്. പുറകിൽ നിന്ന് അച്ഛൻ വിളിച്ചു പറയുന്ന കേട്ട് അവൾ അനുസരണയോടെ തലയാട്ടി. പാടവരമ്പിലൂടെ അവൾ അമ്പലം ലക്ഷ്യമാക്കി നടന്നു. നീ ഒന്ന് വേഗം വരുന്നുണ്ടോ, അല്ലെ മോളങ്ങ് പോവും. കാലത്തെ തന്നെ ശിവയെ കാണാൻ പോകുന്നതിലുള്ള സന്തോഷത്തിലാണ് ത്രേസ്യ. പുലർച്ചെ എണീറ്റ് എല്ലാം തയ്യാറാക്കി കുളിച്ച് റെഡിയായി നിൽക്കുകയാണ് അവർ. താൻ റെഡിയായി മണിക്കൂർന്ന് കഴിഞ്ഞിട്ടും മോനെ കാണാത്തതിലുള്ള ദേഷ്യം തീർക്കുകയാണ് അവർ. എൻ്റെ പൊന്നമ്മ, ആ പൂജാരി എഴുന്നേറ്റ് ആ നടയും തുറന്നോട്ടെ, അതിനുള്ള സാവകാശങ്ങളും താ, അച്ചായ റെഡിയാവുന്നതിൽ പറഞ്ഞു. ഓ പിന്നെ, പൂജാരി നിന്നോട് പറഞ്ഞിട്ടല്ലേ എല്ലാം ചെയ്യാറ്. സമയം എത്രയെന്നാ പൊന്നുമോന്റെ വിചാരം? നമ്മൾ ചെല്ലുമ്പോഴേക്ക് ആ കൊച്ചെങ്ങാനും പോയാ നിന്നെ ആ വെച്ചേക്കില്ല, ഓർത്തോ, അവർ ദേഷ്യത്തോടെ പറഞ്ഞു. എൻ്റെ പൊന്നമ്മച്ചി, ഞാൻ റെഡിയായി, ഇനി അതിൻ്റെ പേരിൽ മുഖം വീർപ്പിക്കണ്ട, അവൻ തയ്യാറായി വന്നുകൊണ്ട് പറഞ്ഞു. വാതിൽ പൂട്ടി പുറത്തേക്ക് വന്ന അമ്മച്ചി അവൻ അടിമുടി നോക്കി മൂക്കത്ത് വിരൽ വെച്ചു. ഹ, ഇതെന്നാ ത്രേസ്യ കൊച്ചേ, മരുമോളെ കാണാൻ പോകുന്ന തിരക്കിൽ ഒരു ടിന്ന് ബോട്ടിൽ മൊത്തം തീർത്തോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്ന് പോടാ, ഞാൻ അധികമൊന്നും ഒരുങ്ങിയിട്ടില്ല. ഇനി എന്നെ കണ്ട് ഇഷ്ടമായില്ലെന്ന് നിനക്കാ അതിന് കുറച്ചില്, അതുകൊണ്ട് ഒരു പൊടിക്കങ്ങ് ഒരുങ്ങി, അവർ സാരി നേരെയായിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോവാമ്മ, അതൊരു പാവം കൊച്ചാ, അതൊരിക്കലും അങ്ങനെയൊന്നും പറയൂല. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, നീ സംസാരിച്ചിരിക്കാതെ വണ്ടി എടുക്കാൻ നോക്ക്, അവർ മകനോട് പറഞ്ഞു. കാറിലിരിക്കുമ്പോഴും അച്ചായൻ അമ്മച്ചിയെ ഓർമ്മിപ്പിച്ചു. ആവേശം മുത്തൊന്നും പറഞ്ഞേക്കല്ലേ. കാർ അമ്പലത്തിന്റെ ആൽത്തറയ്ക്ക് സമീപം പാർക്ക് ചെയ്തു അവർ ശിവ വരുന്നത് നോക്കി നിന്നു.
കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കയ്യിൽ പ്രസാദവുമായി ശിവ അമ്പലത്തിന്റെ പടി കടന്നു വന്നു. ദൂരെ നിന്നെ കണ്ടു. ആൾത്തറയ്ക്ക് സമീപം കാറും ചാരി നിൽക്കുന്ന അച്ചായനെ. അവൾ പുഞ്ചിരിയോടെ അച്ചായൻ്റെ അരികിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോഴാണ് തന്നെ നോക്കി പുഞ്ചിരി തൂന്ന വേറൊരു മുഖം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് ആളെ മനസ്സിലായി. നാലുപേർ സംഘത്തിന്റെ അടുക്കൽ നിന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട് അച്ചായൻ്റെ അമ്മച്ചിയെക്കുറിച്ച്. അവളെ കണ്ടത് അമ്മച്ചിയോടെ കയ്യിൽ വന്ന് പിടിച്ചു. പറഞ്ഞു കേട്ടതിനേക്കാളും സുന്ദരിയാണല്ലോ എൻ്റെ മോള്. അവരവളെ കവളിൽ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു. അവളൊരു പുഞ്ചിരിയോടെ അമ്മച്ചിയെ നോക്കി. ഇതെന്താ ഇത്ര രാവിലെ നിങ്ങളിവിടെ? ശിവ സംശയത്തോടെ അച്ചായനോട് ചോദിച്ചു. ഒരു ബന്ധു വീട്ടിൽ പോയി വരുന്ന വഴിയാ, അച്ചായനപ്പോൾ വായിൽ വന്ന് പറഞ്ഞു. മോളെ ഇന്ന് അമ്പലത്തിൽ വരാറുണ്ടോ? അമ്മച്ചി അവളെ നോക്കി ചോദിച്ചു. ഇല്ല, ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളാ, അതാ വന്നേ. ആഹാ, എന്നിട്ട് മോളുടെ അമ്മ എവിടെ? ത്രേസി ആകാംക്ഷയോടെ ചോദിച്ചു. അത് കേട്ടത് അവളുടെ മുഖത്തെ പുഞ്ചിരി മാറി. അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അവൾ സങ്കടത്തോടെ പറഞ്ഞു. അയ്യോ മോളെ, അമ്മച്ചി അറിഞ്ഞില്ല, അതാ സോറി, അവർ വിഷമത്തോടെ പറഞ്ഞു. അതിന് സോറിന്ന് വേണ്ട അമ്മച്ചി, അതൊന്നും സാറില്ല, അവൾ അമ്മച്ചിയുടെ കൈ പിടിച്ച് പറഞ്ഞു. അമ്മച്ചിയുടെയും ശിവയുടെയും സംസാരം അച്ഛൻ വീക്ഷിച്ചുകൊണ്ട് മാറി നിന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ അവളും അമ്മച്ചി ഒരുപാട് അടുത്തു. അവളോട് യാത്ര പറഞ്ഞ് പോവാൻ നിന്നവരെ ശിവ നിർബന്ധിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അവരെ രണ്ടാളെ അച്ഛനും മുത്തശ്ശിക്കും പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ, ഇവൾക്ക് എപ്പോഴും നിങ്ങളുടെ വിശേഷം പറയാനേ നേരമുള്ളൂ. ശിവൻ അച്ചായനോട് പറയുന്നേട്ട് അച്ചായൻ അവളെ ഒരു പുഞ്ചിരിയോടെ നോക്കി. അവിടെ കുറച്ചു നേരം ചെലവഴിച്ച ശേഷം അവരോട് യാത്ര പറഞ്ഞ് ആ അമ്മയും മകനും അവിടെ നിന്ന് ഇറങ്ങി. തിരികെ പോരുമ്പോൾ അമ്മച്ചിയുടെ സംസാരം മുഴുവൻ ശിവയെക്കുറിച്ചായിരുന്നു. മോനെ, അവളെ നീ വേഗം കൂട്ടിക്കൊണ്ടുപോവാണ്. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാത്, അതിനൊരമ്മയുടെ സ്നേഹം മുഴുവൻ കൊടുക്കണം എനിക്ക്. അമ്മച്ചിയുടെ മനസ്സ് മുഴുവൻ ഇപ്പോൾ ശിവയാണെന്ന് അവനൊരു പുഞ്ചിരിയോടെ ഓർത്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.